ഭൂരിപക്ഷം വർദ്ധിപ്പിക്കാനുള്ള ആഹ്വാനം ചെയ്തുകൊണ്ടാണ് UDF മണ്ഡലം കൺവെൻഷൻ മലപ്പുറത്ത് നടന്നത്. കഴിഞ്ഞ ദിവസം SDPI ലീഗ് കൂടിക്കാഴ്ച രഹസ്യ കൂടിക്കാഴ്ച നടന്നതുമായി ബന്ധപ്പെട്ട് ലീഗ് കുറച്ചധികം പ്രതിരോധത്തിലാണെങ്കിൽ തന്നെയും പക്ഷേ അതിനെയൊക്കെ പരിഹസിച്ചുകൊണ്ടാണ് കൺവെൻഷനിൽ നേതാക്കളൊക്കെ തന്നെയും പ്രതികരിച്ചതും സംസാരിച്ചതും. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അതോടൊപ്പം തന്നെ CP ജോൺ ഉൾപ്പെടെയുള്ള ഘടകകക്ഷി നേതാക്കളും യോഗത്തിൽ പങ്കെടുത്തിരുന്നു. വിജയം സുനിശ്ചിതമായ മലപ്പുറം മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പിനേക്കാൾ ഭൂരിപക്ഷം വർദ്ധിപ്പിക്കാൻ പ്രവർത്തകർ രംഗത്തിറങ്ങണമെന്നാണ് നേതാക്കൾ ആഹ്വാനം ചെയ്തത്. ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങൾ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. SDPIയുമായി ചർച്ച നടത്തിയെന്ന ആരോപണത്തെ പരിഹസിച്ചുകൊണ്ടായിരുന്നു ആര്യാടൻ മുഹമ്മദിന്റെ പ്രസംഗം. കുഞ്ഞാലിക്കുട്ടിക്ക് ഇവിടെ ജയിക്കാൻ SDPIന്റെ വല്ല സേവയും ആവശ്യമുണ്ടോ ഞാൻ ചോദിക്കുന്നു. ഇത് അവരിവിടെ വലിയൊരു പാർട്ടിയാണ്, അവരോട് ചർച്ചക്ക് വരുന്നു എന്ന് വരുത്താൻ വേണ്ടിയുള്ള കള്ളപ്രചരണമാണ്. അതിനകത്ത് ആരും കുടുങ്ങിപ്പോകരുത്. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി മുഖ്യപ്രഭാഷണം നടത്തി. ഉപതെരഞ്ഞെടുപ്പായപ്പോ എല്ലാ മന്ത്രിമാരും ഇവിടെ വന്നു. അതുകൊണ്ട് നിങ്ങളെല്ലാം ഉണർന്ന് പ്രവർത്തിച്ചു. വൻപിച്ച ഭൂരിപക്ഷം. അത്രയും മന്ത്രിമാർ ഇപ്രാവശ്യം വരുന്നില്ല. അതുകൊണ്ട് നമ്മുടെ പ്രവർത്തനത്തെ അതൊരു വിധത്തിലും ബാധിക്കാൻ പാടില്ല. നമ്മൾ ഉണർന്ന് പ്രവർത്തിക്കണം. ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രാധാന്യം നമ്മൾ ഉൾക്കൊള്ളണം. വിവിധ ഘടകകക്ഷി നേതാക്കൾ കൺവെൻഷനിൽ പങ്കെടുത്തു. വനിതകൾ ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുത്ത കൺവെൻഷനിൽ നേതാക്കൾ പ്രവർത്തകരെ അഭിവാദ്യം ചെയ്തു. തെരഞ്ഞെടുപ്പ് പ്രചാരണ കമ്മിറ്റിയും കൺവെൻഷനിൽ പ്രഖ്യാപിച്ചു. മീഡിയ 1 മലപ്പുറം.